നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു സിമ്പിൾ ട്രാൻസാക്ഷൻ, അതായത് നമുക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻ മാത്രം തരും, അത് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചറിലേക്ക് എൻറ്റർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ തരും, നമ്മൾ ആൻസർ ബുക്കിലേക്ക് ജേണൽ എൻട്രീസ് എഴുതുക, ആ ജേണൽ എൻട്രി നമ്മൾ ടാലിയിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: രാജ ഫർണിച്ചർ മാർട്ട്, ചിന്നക്കട, കൊല്ലം. അതിൽ 1st April തൊട്ട് ഒരു 21st April വരെയുള്ള ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ട്രാൻസാക്ഷൻ മാത്രമാണ്. ട്രാൻസാക്ഷൻ്റെ താഴെ ഡിസ്പ്ലേയിങ് ദി റിപ്പോർട്ട്, ഗ്രോസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ, അതായത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ടാലിയിൽ നിന്ന് കിട്ടുന്നത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് 2 lakh. നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്നുള്ളതാണ് ജേണൽ എൻട്രി 2 lakh. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പർച്ചേസ് ഫർണിച്ചർ ജേണൽ എൻട്രി, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ഇതെല്ലാം ജേണൽ എൻട്രി ആയിട്ട് എൻറ്റർ ചെയ്ത് ആൻസർ ബുക്കിലേക്ക് എഴുതിയതിന് ശേഷമാണ്, ജേണൽ വരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഏത് വൗച്ചറാണെന്നും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യണം. ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് എന്ന് പറയുന്നത് ക്യാഷ് ടു ക്യാപിറ്റൽ F6 റെസീപ്റ്റ് ആണ്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് ടു ക്യാഷ് F4 കോൺട്രയാണ്. പർച്ചേസ് ഫർണിച്ചർ, ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്, അത് F5 പേയ്മെൻ്റ് ആണ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് പേയ്മെൻറ്റിലാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജേക്കബ് ആൻഡ് സൺസ്, ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ടു ജേക്കബ് ആൻഡ് സൺസ്. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു കാനറ ബാങ്ക്, വേറൊരു ബാങ്കും കൂടെ ചോദിച്ചിരിക്കുകയാണ്. അപ്പം കാനറ ബാങ്ക് ടു ക്യാഷ്, അതും കോൺട്രാ വൗച്ചർ F4. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്. പർച്ചേസ് പർച്ചേസിലും സെയിലിലുമാണ്. പെയ്ഡ് ക്യാരേജ്, ക്യാരേജ് അക്കൗണ്ട് ടു ക്യാഷ്, പേയ്മെൻ്റ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ചോദ്യമൊന്നും ഇല്ല, എങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ്, F8 സെയിൽ. പെയ്ഡ് വേജസ്, പെയ്ഡ് സാലറി. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം ടാലിയിലേക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് കമ്പനി. രാജ ഫർണിച്ചർ, രാജ ഫർണിച്ചർ മാർട്ട്, കേരള. ഫിനാൻഷ്യൽ ഇയർ ഒക്കെ കൊടുത്ത് നമ്മളിത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് F11 അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ള ആണ്. ബിൽ വൈസ് ആവശ്യമില്ല, ഇൻവോയ്സിങ് ആവശ്യമില്ല, എനേബിൾ ചെക്ക് പ്രിൻറ്റിങ് ആവശ്യമില്ല. അതായത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഉള്ളി മാത്രം ആക്കുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കോസ്റ്റ് സെൻറ്റർ പഠിച്ചപ്പം കോസ്റ്റ് സെൻറ്ററും കൂടെ ആക്റ്റീവ് ആക്കിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒന്നും വേണ്ട, ജസ്റ്റ് ട്രാൻസാക്ഷൻ മാത്രം മതി. അപ്പോൾ ആദ്യം നമുക്ക് അക്കൗണ്ട്സ് ഇൻഫോയിൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്നിട്ട് ചെയ്യാം. അല്ലാതെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് വൗച്ചറിൽ നിന്നുകൊണ്ട് തന്നെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജേണൽ എൻട്രീസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആദ്യത്തെ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ഏത് വൗച്ചറിലാണ്, റെസിപ്റ്റിലാണ്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചർ പ്രസ് ചെയ്യുന്നു. ക്രെഡിറ്റ് ക്യാപിറ്റൽ, ഓൾട്ട് സി പറയുമ്പോൾ ലെഡ്ജർ ക്രിയേഷൻ സെക്കൻഡറി വരും, അവിടെ ക്യാപിറ്റൽ എന്നുള്ളത് കൊടുക്കുന്നു. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് സേവ് ചെയ്യുന്നു. നമ്മുടെ ക്യാപിറ്റലിൻ്റെ വാല്യൂ 2 lakh ആണ്. അപ്പോൾ 2 lakh നമുക്കവിടെ എൻറ്റർ ചെയ്യാം. 2 lakh ഡെബിറ്റ് ക്യാഷ്, നറേഷനിൽ വരും, സേവ് ചെയ്യുക. അടുത്തത് കോൺട്രാ വൗച്ചറാണ്, F4 കോൺട്രാ. ക്രെഡിറ്റ് ക്യാഷ്, ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ നമുക്ക് എന്താണ്, ബാങ്ക് ഓഫ് ബറോഡ അക്കൗണ്ട് ടു ക്യാഷ്. ക്യാഷിൻ്റെ അവിടെ നമുക്ക് 10,000 എന്ന് കൊടുക്കുക. ഡെബിറ്റിൻ്റെ അവിടെ വന്നിട്ട് ഓൾട്ട് സി പ്രസ് ചെയ്യുന്നു. ബാങ്ക് ഓഫ് ബറോഡ അണ്ടർ ബാങ്ക് അക്കൗണ്ട് സേവ് ചെയ്യുന്നു. എമൗണ്ട് വരും, എൻറ്റർ ചെയ്യുക. ഡിനോമിനേഷൻ ചോദിക്കും, അതൊക്കെ ജസ്റ്റ് എൻറ്റർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ട്രാൻസാക്ഷനും കഴിഞ്ഞു. ഇനി അടുത്തത് പർച്ചേസ് ഫർണിച്ചറാണ്, പേയ്മെൻറ്റ് വൗച്ചറിലാണ്. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ്, F5 പേയ്മെൻറ്റ് കൊടുക്കുന്നു. F5 പേയ്മെൻറ്റ്, ദെൻ ഡെബിറ്റ്, ഓൾട്ട് സി ഫർണിച്ചർ. ഫിക്സഡ് അസറ്റ്
15,000 വാല്യൂ കൊടുക്കുന്നു. ക്രെഡിറ്റ് ക്യാഷ്. Then next, purchased goods from Jacob and Sons 15,000. F9 purchase ആണ്. ക്രെഡിറ്റ് ജേക്കബ് ആൻഡ് സൺസിനെ ക്രിയേറ്റ് ചെയ്യണം. ജേക്കബ് ആൻഡ് സൺസ് അണ്ടർ സൺട്രി ക്രെഡിറ്റർ ആണ്. ജേക്കബ് ആൻഡ് സൺസ് സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, ജേക്കബ് ആൻഡ് സൺസ് എമൗണ്ട് 15,000. നമ്മൾ പർച്ചേസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഓൾട്ട് സി പ്രസ് ചെയ്യുക. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ എമൗണ്ട് വരും. ദെൻ സേവ് ചെയ്യുക. ദെൻ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു കാനറ ബാങ്ക് ആണ്. അപ്പോൾ വീണ്ടും കോൺട്രാ വൗച്ചറാണ്. കാനറ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 20,000. കോൺട്രാ വൗച്ചർ എടുക്കുക. F4 കോൺട്രാ ക്രെഡിറ്റ് ക്യാഷ് 20,000. ഇവിടെ കാനറ ബാങ്ക് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക അണ്ടർ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓൾട്ട് സി ഉപയോഗിച്ച് ചെയ്തു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഡിനോമിനേഷൻ ചോദിക്കും, സേവ് ചെയ്യുക. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5,000 ആണ്. F9 പർച്ചേസ് ക്രെഡിറ്റ് ക്യാഷ് 5,000. ഓൾറെഡി പർച്ചേസ് ഉള്ളതുകൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 8,000. F8 സെയിൽ ഡെബിറ്റ് ക്യാഷ് 8,000 ക്രെഡിറ്റ് സെയിൽസ്. ഓൾട്ട് സി സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് 8,000 കൊടുക്കുക, സേവ് ചെയ്യുക. അടുത്ത പെയ്ഡ് ക്യാരേജ് 2,500 ആണ്. F5 പേയ്മെൻറ്റ് ക്യാരേജ് ക്രിയേറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 2,500 ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 6,500 ആണ്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 6,500 ഏതിൽ വരും? F8 സെയിൽ തന്നെയാണ്. F8 sold goods for cash 8,000. സോറി 6,500 ആണ്. അപ്പോൾ 6,500 സെയിൽസ് 6,500 സേവ് ചെയ്തു. നെക്സ്റ്റ് പെയ്ഡ് വേജസ് 1,000 ആണ്. പെയ്ഡ് വേജസ് F5 പെയ്ഡ് വേജസ്. ഓൾട്ട് സി വേജസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. സേവ് ചെയ്യുന്നു. 500 വേജസ് 1,000 rupees 1,000 ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, നെക്സ്റ്റ് പെയ്ഡ് സാലറി 2,000. അതും പേയ്മെൻറ്റ് തന്നെയാണ്. ഡെബിറ്റ് സാലറി ക്രിയേറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് 2,000 ക്രെഡിറ്റ് ക്യാഷ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു BB ലിമിറ്റഡ്. അപ്പോൾ BB ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. BB ലിമിറ്റഡിനെ നമുക്ക് എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യണം? സൺട്രി ഡെപ്റ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. സെയിൽസിൽ തന്നെയാണ്. F8 സെയിൽസ്. ഓൾട്ട് സി BB ലിമിറ്റഡ് സൺട്രി ഡെപ്റ്റർ 16,500 സെയിൽ. ഓൾറെഡി സെയിൽ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നോളൂ. പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസസ് ഫോർ ഫർണിച്ചർ പർച്ചേസ്ഡ്. വെറും പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യുന്നതിന്? ട്രാവലിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇത് ഫർണിച്ചർ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്പെൻസ് ആയതാണ്. അപ്പോൾ അതാത് അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. അപ്പോൾ അത് ഇവിടെ കൊടുക്കും. F5 പേയ്മെൻറ്റ് ഫർണിച്ചർ ഓൾറെഡി ഉള്ളതാണ്. ആ ഫർണിച്ചറിൻ്റെ അവിടെ ഫർണിച്ചർ സെലക്ട് ചെയ്യുക. 500 ക്രെഡിറ്റ് ക്യാഷ്. വേണമെങ്കിൽ നറേഷനിൽ നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ ബുക്കിലേക്ക് ജേണൽ എൻട്രി എഴുതുമ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് പെയ്ഡ് ട്രാവലിംഗ് അലവൻസ് ഫോർ
മിഷനറി പർച്ചേസ്ഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, പെട്രോൾ അലവൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്നത് അതാത് അസറ്റിന് വേണ്ടിയുള്ള എക്സ്പെൻസുകൾ അതാത് അസറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കാണും. പർച്ചേസ് മിഷനറി അക്കൗണ്ടഡ് ടു ക്യാഷ് 5500 ആണ്. റിസീവ്ഡ് കമ്മീഷൻ 1500, അത് റെസിപ്റ്റിലുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പർച്ചേസ് മിഷനറി, ഓൾ ടു സി മിഷനറി ഫിക്സഡ് അസറ്റ് 5500, ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, ദെൻ അടുത്ത റിസീവ്ഡ് കമ്മീഷൻ F6 ആണ്. റിസീവ്ഡ് കമ്മീഷൻ, ക്രെഡിറ്റ് കമ്മീഷൻ, ഓൾ ടു സി കമ്മീഷൻ, ഇൻഡയറക്റ്റ് ഇൻകം, എമൗണ്ട് 1500 ആണ്. 1500 ക്രെഡിറ്റ്, ഡെബിറ്റ് ക്യാഷ്. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്പ്ലേ ദ റിപ്പോർട്ട്. ഗ്രോസ് പ്രോഫിറ്റ് ആണോ, ഗ്രോസ് ലോസ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, നെറ്റ് ലോസ് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരിക, ബാലൻസ് ഷീറ്റ് എടുക്കുക. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഡീറ്റെയിൽഡ്. ഫസ്റ്റിലെ ബാലൻസ് ഷീറ്റ് അങ്ങ് എടുത്തു, അപ്പം പിന്നെ പ്രശ്നമില്ല. അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാമല്ലോ. അപ്പോൾ ബാലൻസ് ഷീറ്റ് വന്നു. ബാലൻസ് ഷീറ്റ് 2,22,000 എന്നുള്ള വാല്യൂ വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഡീറ്റെയിൽ ആക്കിയിട്ട് ഇത് ആൻസർ ബുക്കിലേക്ക് വരയ്ക്കുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻ്റർ ചെയ്യുക. അതും ഇതേപോലെ ഡീറ്റെയിൽ എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ പർച്ചേസും വേജസും അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് 10,000, നെറ്റ് പ്രോഫിറ്റ് ആണ് 7,000 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഏറ്റവും സിമ്പിൾ ഫോമാറ്റിലുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് വരികയാണ് ജസ്റ്റ് ജേണൽ എൻട്രി ആൻസർ ബുക്കിലേക്ക് എഴുതുക, ഏത് വൗച്ചറാണെന്ന് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് വൗച്ചേഴ്സിലേക്ക് നമ്മളിത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓൾട്ട് സി ഉപയോഗിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോ ലെഡ്ജർ ക്രിയേറ്റ് എടുക്കുക. ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യം ഹെഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൗച്ചറിൽ വന്ന് ചെയ്താലും മതി. എന്താണെങ്കിലും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുക, ബാക്കിലോട്ട് പോയി നോക്കുക, പ്ലേ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതുവരെ ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്.